ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തംബ്നെയിലിൽ കണ്ടതുപോലെ ജസ്റ്റ് വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുക എന്നൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റോ ഡെപ്പോസിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കുന്നതിലൂടെ മാത്രം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. യൂണിസോൺ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. നമുക്ക് പ്ലേ സ്റ്റോറിലും ഇതിൻ്റെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നൊരു ലിങ്ക് വഴി ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ആവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം എനിക്ക് വാട്സാപ്പിൽ കിട്ടിയിരിക്കുന്ന യൂണിസോണിൻ്റെ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് യൂണിസോണിൻ്റെ പ്ലാറ്റ്ഫോം ഓപ്പൺ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. കണ്ടില്ലേ, വാട്സാപ്പിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ലിങ്കാണ്. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. യൂണിസോണിൻ്റെ പ്ലാറ്റ്ഫോം ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. ഏൺ മണി ഫോർ ഷെയറിങ് വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവർ കണ്ടീഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. സീ യുവർ ഏർണിംഗ് പൊട്ടൻഷ്യൽ കണ്ടില്ലേ. അപ്പം അതിൽ വ്യൂസ് അനുസരിച്ചിട്ട് എമൗണ്ട് മാറുന്നതാണ് അവരവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഹൗ ഇറ്റ് വർക്ക്സ് 3 സ്റ്റെപ്സ് ആയിട്ടാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. സെക്കൻഡ് ഷെയർ ബ്രാൻഡഡ് കണ്ടൻറ്റ്സ്. അവർ കൊടുത്തിരിക്കുന്ന ബ്രാൻഡിൻ്റെ കണ്ടൻറ്റുകൾ നമ്മൾ ഷെയർ ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് ഏണിംഗ് ആണ്. പിന്നെ താഴെ കൊടുത്തിരിക്കുന്നത് യൂണിസോണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പ് ബ്രാൻഡ്സ് ആണ്. വിവോ, ഏതർ, അങ്ങനെ കുറച്ച് ബ്രാൻഡുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സൈൻ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പേജ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇത് ഓൾറെഡി ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ആ പേജിൽ നമ്മുടെ മെയിൽ ഐ ഡി ആണ് അവർ ചോദിക്കുക. മെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷമാണ്, കണ്ടില്ലേ, മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്. സൈൻ ഇൻ കൊടുക്കുമ്പോൾ മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്. മെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ആ ഓപ്ഷൻസിൽ കണ്ടില്ലേ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അതേപോലെ നമ്മുടെ പിൻകോഡ്, മൊബൈൽ നമ്പർ, ഇത്രയും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ താഴെ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വാട്സാപ്പിൽ യൂണിസോണിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ഒരു ലിങ്ക് മെസ്സേജ് ആയിട്ട് വരും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ 3 സ്റ്റാറ്റസ് ഓപ്ഷൻസ് എനിക്കിവിടെ കാണാം. ഷെയർ ഓൺ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് എനിക്ക് കാണാം. അതിൽ ഞാൻ ആദ്യത്തെ കാണുന്നത് തന്നെ ക്ലിക്ക് ചെയ്ത് സ്റ്റാറ്റസ് ആക്കുന്നുണ്ട്. അപ്പോൾ അവർ എഴുതി കാണിക്കുന്നുണ്ട് അവിടെ 24 hours ആകുമ്പോഴത്തേക്കും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ലിങ്ക് വന്ന ആ യൂണിസോണിൻ്റെ അക്കൗണ്ടിലേക്ക്, വാട്സപ്പ് അക്കൗണ്ടിലേക്ക് നമ്മൾ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കണം. ഓക്കെ.